ലഹരിക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് താമരശ്ശേരിയുടെ ഭാഗത്തെ മഹല്ല് കമ്മിറ്റികൾ. താമരശ്ശേരി, പുതുപ്പാടി ഭാഗങ്ങളിലെ മഹല്ലുകളുടെ സംയുക്ത യോഗത്തിലാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയത്. ലഹരി കേസുകളിൽപ്പെടുന്ന വ്യക്തികളെയും അവരെ പിന്തുണയ്ക്കുന്ന കുടുംബാംഗങ്ങളെയും മഹല്ലുകൾ ബഹിഷ്കരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വിവാഹബന്ധങ്ങൾ ലഹരിമുക്ത കുടുംബങ്ങളിൽ നിന്ന് മാത്രമായിരിക്കണമെന്നും നിർദ്ദേശിക്കുവാനും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. പ്രദേശത്തെ മുഴുവൻ മഹല്ലുകളും സംഘടനാ ഭേദമില്ലാതെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നമുക്ക് രഞ്ജിത്തുമായി അവർ സംസാരിച്ചു. കാണാം. ചുരമിറങ്ങി വരുന്ന ലഹരി അടിവാരത്തും പുതുപ്പാടിയിലും താമരശ്ശേരിയിലും അക്രമങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും പോകുമ്പോൾ ഒരു നാട്ടിലെ മുഴുവൻ മഹല്ല് കമ്മിറ്റികളും ഒരുമിച്ച് നിൽക്കുകയാണ്. അതിൽ EK വിഭാഗവും AP വിഭാഗവും മുജാഹിദ് വിഭാഗവും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള എല്ലാ മഹല്ലുകളും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു കോർഡിനേഷൻ, അത് കോർഡിനേഷൻ കമ്മിറ്റി ആയിട്ടല്ല, അവർ ഒരുമിച്ച് വിളിച്ചു ചേർത്തുകൊണ്ട് സമുദായത്തിനിടയിലുള്ള ഇത്തരത്തിലുള്ള പ്രവണതകളെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇന്നത്തെ യോഗത്തിൽ എങ്ങനെയാണ് ഒരു പങ്കാളിത്തമുള്ളത്? ഇന്ന് ഞങ്ങൾ വളരെ പെട്ടെന്ന് വിളിച്ചു ചേർത്ത, നിലവിലുള്ള സാഹചര്യത്തിൽ വളരെ സാഹചര്യത്തിൻ്റെ ഗൗരവത്തിൽ പെട്ടെന്ന് വിളിച്ചു ചേർത്ത മീറ്റിംഗാണ്. എല്ലാ ആളുകളും വന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൻ്റെ ഗൗരവത്തിൽ, വളരെയധികം ഗൗരവത്തിൽ തന്നെയാണ് ഈ മീറ്റിംഗ് അവർ ഉൾക്കൊണ്ടത്. എന്തൊക്കെയാണ് നമ്മുടെ ഒരു തീരുമാനം പ്രധാനമായിട്ടും? ഞങ്ങൾ ലഹരിക്കെതിരെ സമ്പൂർണ്ണ സംരക്ഷണ വലയം മഹല്ല് തലത്തിൽ തീർക്കുക എന്നുള്ളത്. അതിന് സർവകക്ഷി എല്ലാ വിഭാഗങ്ങളുമായി യോജിച്ചുകൊണ്ടും സമൂഹത്തിൻ്റെ പൊതുതലങ്ങളിലുള്ള എല്ലാ വിഭാഗങ്ങളുമായിട്ട് യോജിച്ചുകൊണ്ടുള്ള മീറ്റിംഗ് വിളിച്ച്, മഹല്ല് തലത്തിൽ മീറ്റിംഗ് വിളിച്ച്, യുവാക്കളുടെ പ്രത്യേക മീറ്റിംഗ് വിളിച്ച് സർക്കാർ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ അർത്ഥത്തിലും നമ്മളൊരു സംരക്ഷണ വലയം തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ പല കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഈ ലഹരി കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾ നമ്മളെ സമൂഹത്തിനെ വെല്ലുവിളിച്ച് മുന്നോട്ട് നീങ്ങുന്ന കുടുംബമാണെങ്കിൽ അവരെ ഞങ്ങളെ മതപരമായ മഹല്ല് തലത്തിലും സാമൂഹ്യ തലത്തിലും അവർ ബഹിഷ്കരിക്കും. അതുപോലെ തന്നെ പുതിയ വിവാഹബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ലഹരി മുക്തമാക്കപ്പെട്ട ആളുകളാണ് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള വിവാഹബന്ധങ്ങൾക്ക് മാത്രമേ മഹല്ല് കമ്മിറ്റി നിലകൊള്ളുകയുള്ളൂ. അങ്ങനത്തെ പല കാര്യങ്ങൾ നിരന്തരമായി ഞാൻ ഈ തീരുമാനങ്ങൾ വായിക്കുക, നിരന്തരമായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന ആളുകളെ ബഹിഷ്കരിക്കുക, വ്യക്തികളെ ബഹിഷ്കരിക്കാൻ തീരുമാനം. അത്തരം വ്യക്തികളെ ബഹിഷ്കരിക്കാം. വേറെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും മതപരമായ ദൈനംദിന കാര്യങ്ങളിൽ നേതൃത്വം നൽകുന്ന ആളുകളാണ് മഹല്ല് കമ്മിറ്റിക്കാർ. തീർച്ചയായിട്ടും അവർക്ക് അനിവാര്യമായി വരും. ഓരോ കുടുംബത്തിനും അനിവാര്യമാണ് ഓരോ മതപരമായ സഹകരണങ്ങളും കാര്യങ്ങളൊക്കെ. അവർ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സമ്പൂർണ്ണമാണ്. അത് ഏറ്റവും പ്രധാനമായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിലുള്ള യുവത്വത്തിന് എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ പിടികിട്ടാതെ സമൂഹവും വിദ്യാലയവും അതുപോലെ തന്നെ രക്ഷകർത്താക്കളും ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമാണുള്ളത്. പള്ളികളിലൊക്കെ ജുമാ നിസ്കാരത്തിനൊക്കെ ആളുകൾ കൂടുമല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെയുള്ള വെള്ളിയാഴ്ച തന്നെ ഞങ്ങൾ അതിന് വേണ്ടിയുള്ള തീരുമാനം പറഞ്ഞിട്ടുണ്ട്. എല്ലാ പള്ളികളിലും പറയും ഈ വിഷയത്തിൽ. നാളെ തന്നെ ജുമാ കുത്തുബേനൊപ്പം തന്നെ പറയും. ഇത് പെട്ടെന്ന് അങ്ങ് തുടങ്ങി അവസാനിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു പാക്കേജല്ല, ഒരു ലോങ് ടേം പാക്കേജാണ്. എല്ലാ മഹല്ല് കമ്മിറ്റി തലത്തിലും ഇത് സംബന്ധിച്ച് ആലോചിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. തീർച്ചയായിട്ടും ഇതൊരു വൈകാരികമായി നടക്കേണ്ട ഒരു കാര്യമല്ല, ആലോചിച്ചുറപ്പിച്ച് ഏറ്റവും സുചിന്തിതമായി നടക്കേണ്ടതാണ്. അത്തരത്തിലൊരു യോഗമാണ് ഇവിടെ പൂർത്തിയായിട്ടുള്ളത്. അതിൻ്റെ തീരുമാനങ്ങളാണ് ഇപ്പോൾ യോഗത്തിൻ്റെ അധ്യക്ഷൻ തന്നെ നേരിട്ട് വിശദീകരിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങർക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ. ശ്രദ്ധേയമായ തീരുമാനമാണ്. മഹല്ല് കമ്മിറ്റികളുടെ മാത്രമല്ല, എല്ലാ സഭകളും സമുദായങ്ങളും ഇതേപോലെ ഒരുമിച്ചൊരു തീരുമാനമെടുക്കണം. ലഹരി ഉപയോഗിക്കുന്ന ഒരാൾക്കും ഈ കുടുംബത്തിൽ സ്ത്രീയില്ല, പെണ്ണില്ല എന്ന് പറയണം. തിരിച്ച് ആൺകുട്ടിയാണെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ഒരു പെൺകുട്ടിയുമായി ബന്ധം ഞങ്ങൾക്കില്ല എന്ന് നിങ്ങൾ പറയുക. ജാതകം നോക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് അവരുടെ ലഹരിയുടെ ചരിത്രമൊന്ന് എല്ലാവരും നോക്കി വെക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.